സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വൈദ്യുത ബന്ധം നിലച്ചു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, തലസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? പലയിടങ്ങളിലും വൈദ്യുത ബന്ധം തകരാറിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വരും മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. വരുന്ന 3 മണിക്കൂറിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുമെന്നുള്ളതാണ് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 3 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ കൂടിയും അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഇതിനോടകം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിൽ വലിയ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടുകളുടെ മുകളിൽ ഉൾപ്പെടെ, അത് കഴക്കൂട്ടത്ത് വീടുകളുടെ മുകളിൽ ഉൾപ്പെടെ വലിയ മരങ്ങൾ വീഴുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ പെയ്ത അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചിട്ടുണ്ട്. അത് ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലാണ് വൈദ്യുതി ബന്ധം. അത് ഇന്നലെ പോയത് ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ KSEBയുടെ ഭാഗത്ത് നിന്ന് നടത്തിവരുന്നു എന്നുള്ളതാണ് KSEBയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ കഴിയുന്ന ഒരു വിവരം. ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് തങ്ങൾക്ക് സംഭവിച്ചത്. പൊതുജനം KSEBയോട് പൊരുത്തപ്പെടണമെന്നുള്ള കാര്യം KSEB തന്നെ ഒരു അഭ്യർത്ഥനാ കുറിപ്പ് ഇറക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇതിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. വരുന്ന മണിക്കൂറിലും കനത്ത മഴ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും പങ്കുവയ്ക്കുന്ന മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം തീരം ഉൾപ്പെടെ ഉള്ളവയ്ക്ക് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ സാധ്യതയുണ്ട് എന്നുള്ളത് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് വഴി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുകയാണ്. കേരള, കർണാടക തീരങ്ങളിൽ ജൂൺ 1 വരെയും ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 2 വരെയുമാണ് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ബന്ധുവീടുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും തീരദേശത്ത് താമസിക്കുന്നവരുമാണ് ഇത്തരത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ 59 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നത്. ഈ 59 ക്യാമ്പുകളിലായിട്ട് 1299 പേർ നിലവിൽ കഴിയുന്നുണ്ട്. ഇനി അതല്ല, മറ്റ് ഈ അപകട മേഖലാ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ക്യാമ്പുകൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് അധികൃതരോട് പറയുകയും ക്യാമ്പുകൾ തുടങ്ങാനുള്ള നീക്കങ്ങൾ നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ക്യാമ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള അഭ്യർത്ഥന ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ മറ്റ് ബന്ധുവീടുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്തിന് മുകളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും പ്രതീക്ഷിക്കാം എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനാണ് സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയോടൊപ്പം ഈ കാറ്റിനെയും ഇടിമിന്നലിനെയും ഒക്കെ കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം പൊതുജനം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും വലിയ ഭയം ജനിപ്പിക്കുന്നത് ഈ റോഡുകളുടെ ഒക്കെ ഇരുവശത്ത് നിൽക്കുന്ന മരങ്ങൾ, അത് വലിയ മരങ്ങൾ ഉൾപ്പെടെ റോഡുകളിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയാണ് മഴ ശക്തമായിട്ടുണ്ടായിരുന്നത്. ഈ രാത്രി സഞ്ചാരം പരമാവധി ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ മലയോര മേഖലകളിലേക്കും തീരദേശത്തേക്കും ഒക്കെയാണ് ഈ രാത്രി സഞ്ചാരവും വിനോദവും ഒക്കെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നിലനിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ എവിടെയും, അതായത് ഈ
റോഡിലൂടെ, അത് സാധാരണ റോഡിലൂടെയുമുള്ള രാത്രി സഞ്ചാരങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള മുന്നറിയിപ്പ് പ്രത്യേകം നൽകിയിട്ടുണ്ട്. മരങ്ങളൊക്കെ കടപുഴകി വാഹനങ്ങളുടെ മേലെയൊക്കെ വീഴാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വൈദ്യുതി ലൈനുകളിൽ തകരാറ് സംഭവിക്കുമ്പോൾ അത്തരത്തിൽ കറണ്ട് പാസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട്, ഷോക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊക്കെ തന്നെ ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 3 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നതെങ്കിൽ കൂടിയും എല്ലാ ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതീവ ജാഗ്രത പാലിക്കണം എല്ലാവരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി സൂര്യഗായത്രി.